ഹലോ മൈ ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് വീഡിയോയിൽ കാണാൻ പോകുന്നത് 2 റെസിപ്പീസാണ്. രണ്ടും കർണാടക സ്റ്റൈൽ ഫുഡ് തന്നെയാണ്. ഒന്ന് കർണാടക സ്റ്റൈൽ പലാവ് എന്ന് പറയാൻ കാരണം കർണാടകയിൽ പലാവ് എന്നാണ് പറയുക. നമുക്ക് പുലാവ് എന്ന് വേണമെങ്കിലും പറയാം. പിന്നെ കുക്കുംബർ പോഹ. സമയം കളയേണ്ട, വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം കാണിക്കാൻ പോകുന്നത് പലാവ് റെസിപ്പിയാണ്. അപ്പോൾ അതിനൊരു മസാല റെഡിയാക്കി എടുക്കണം. അതായത് നമ്മൾ അരച്ചിട്ട് ചേർക്കുന്ന ഒരു മസാല ഉണ്ട്, അത് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് എണ്ണയൊന്ന് ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് എണ്ണയിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, പച്ചമുളക്, മല്ലിയില, പുതിനയില. അപ്പോൾ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4-5 വെളുത്തുള്ളി, അതായത് വലിയ വെളുത്തുള്ളിയാണ്. പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിയിലയും പുതിനയിലയും ഒരുപോലാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് വഴണ്ട് വരുന്ന സമയത്ത്, അതായത് ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് കസ്കസ് എന്ന് കന്നഡയിൽ പറയും, പോപ്പി സീഡ്സ് ആണ്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു 1 ടീസ്പൂൺ വരെയൊക്കെ ആവാം, അത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അധികം നേരം ചൂടാക്കേണ്ട ആവശ്യമില്ല. പോപ്പി സീഡ്സ് ചേർത്തതിന് ശേഷം അധികം നേരം ചൂടാക്കേണ്ട, എണ്ണ നമുക്ക് മാറ്റി വെക്കാം. ബാക്കിയുള്ള എണ്ണയിലേക്ക് കുറച്ചും കൂടി നെയ്യും എണ്ണയും കൂടി ചേർത്തതിന് ശേഷം നമുക്കിനി പലാവ് ഉണ്ടാക്കാനായിട്ട് ഹോൾ സ്പൈസസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ ഉണ്ടായിരുന്നത് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പെരിഞ്ചീരകം, കസൂർ മേത്തി, ബേ ലീഫ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മറാത്തി മൂഗ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതെല്ലാം ഉണ്ടാവണം നിർബന്ധമില്ല. ഉള്ളത് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഉണ്ടെങ്കിൽ അത് ചേർക്കാം. പെരിഞ്ചീരകം ചേർക്കണം. കസൂർ മേത്തി ചേർക്കുകയാണെങ്കിൽ നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും ചേർത്താൽ മതിയാവും, ബാക്കിയെല്ലാം ഓപ്ഷനിലാണ്. അപ്പോൾ അതെല്ലാം ചേർത്തതിന് ശേഷം അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഉള്ളി ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഉള്ളി ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്തേക്കുന്നത് ക്യാരറ്റ്, ബീൻസ്, പൊട്ടാറ്റോ, ക്യാപ്സിക്കം ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നിർബന്ധമല്ല, ക്യാരറ്റും ബീൻസും മാത്രം ഉണ്ടെങ്കിലും മതിയാവും ഇതുണ്ടാക്കാനായിട്ട്, പലാവ് ഉണ്ടാക്കാൻ. നിങ്ങളുടെ കയ്യിൽ പൊട്ടാറ്റോ ഉണ്ടെങ്കിൽ ചേർക്കാം, ക്യാപ്സിക്കം ഉണ്ടെങ്കിലും ചേർക്കാം, അത് ഓപ്ഷനിലാണ്. അപ്പോൾ ഇതെല്ലാം ചേർത്തതിന് ശേഷം, വെജിറ്റബിൾസ് ഒക്കെ ചേർത്തതിന് ശേഷം എല്ലാം നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വെച്ച് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് തുറന്നിട്ട് നമ്മൾ വീണ്ടും തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ തക്കാളി മതിയാവും, ഒരുപാടൊന്നും വേണ്ട, ചെറിയൊരു തക്കാളി മതിയാവും. അതും കൂടി ചേർത്ത് വീണ്ടും അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ആ ഒരു സമയം കൊണ്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ആദ്യം തന്നെ വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു മസാലയില്ലേ, അതങ്ങ് അരച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. മസാല ചേർത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. ഈ മസാലയുടെ ഒരു റോ സ്മെല്ല്, അല്ലെങ്കിൽ ആ ഒരു സ്മെല്ല് പോകുന്ന വരെ ഒന്ന് ചൂടാക്കി എടുക്കണം. പക്ഷെ ഞാനെങ്ങനെ എന്താ ചെയ്യാന്ന് വെച്ചാൽ എപ്പോഴും അധികം അങ്ങോട്ട് ചൂടാക്കാറില്ല. ബിക്കോസ് എനിക്ക് ആ ഒരു റോ സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ്. ആ മല്ലിയിലയുടെയും പുതിനയുടെയും അതേപോലെ മസാലയുടെ ഒക്കെ സ്മെല്ല് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് ചൂടാക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ റൈസ് ചേർത്ത് കൊടുക്കും. ഇതിപ്പോൾ ഞാൻ ചേർത്തേക്കുന്നത് കോലം റൈസ് ആണ്. ഇതിന് പകരം നിങ്ങൾക്ക് സോനാ മസൂരി റൈസ് യൂസ് ചെയ്യാം. സാധാരണ ചോറ് വെക്കുന്ന റൈസ് ഉണ്ടല്ലോ, അത് യൂസ് ചെയ്യാം. കോലം റൈസ് ആകുമ്പോൾ ഒന്നുകൂടി നല്ല ഭംഗി ഉണ്ടാവും, അതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് കോലം ചേർത്തേക്കുന്നത്. ഇതില്ലെങ്കിൽ സോനാ മസൂരിയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ റൈസ് ചേർത്തതിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് 1-2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. ആ റൈസ് മസാലയുമായിട്ടൊന്ന് ബ്ലെൻഡാക്കി ഇട്ടിക്കോട്ടെ. അപ്പോൾ അതുവരെ ഒന്ന് ചൂടാക്കി എടുക്കുക. പിന്നീട് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ ബിരിയാണി പോട്ടിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഈക്വൽ എമൗണ്ടിലാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അതായത് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ചേർത്തേക്കുന്നത്. കുക്കറിലാണെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം മതിയാവും. പിന്നെ ഞാൻ ചേർത്തേക്കുന്നത് ഫ്രോസൺ ഗ്രീൻ പീസ് ആണ്. ഫ്രഷ് ഗ്രീൻ പീസ് ആണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ചേർക്കണം. എൻ്റെ കയ്യിൽ ഫ്രോസൺ ഗ്രീൻ പീസ് ആണുള്ളത്, അതുകൊണ്ട് ഈ സമയത്ത് ചേർത്ത് കൊടുത്തു. പിന്നെ നിങ്ങളുടെ കയ്യിൽ നോർമൽ, അതായത് തലേദിവസം കുതിർത്തിട്ട് വെക്കുന്ന ഗ്രീൻ പീസ് ആണെങ്കിൽ വേറെ തന്നെ വേവിച്ചിട്ട് ഇതിനകത്ത് ചേർക്കേണ്ടി വരും. അതല്ല, ഫ്രഷ് ഗ്രീൻ പീസ് ആണെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ചേർക്കാം, ഫ്രോസൺ ആണെങ്കിൽ ഈ സമയത്ത് ചേർക്കാം. അപ്പോൾ ഗ്രീൻ പീസും ചേർത്തതിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് എല്ലാം വീണ്ടും ഒന്ന് ഇളക്കിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് അടച്ചു വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. പിന്നെ അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പുതിനയില ചേർക്കുന്നില്ല, മല്ലിയില മാത്രം കുറച്ച് ചേർത്തിട്ട്, കുറച്ച് മാത്രം മതിയാവും. ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ചങ്ങ് വേവിക്കുക. അടച്ചു വെച്ച് വേവിക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റ് ഒക്കെ കഴിയുമ്പം ഒന്ന് തുറന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം. കാരണം വെജിറ്റബിൾസ് ഒക്കെ മുകളിൽ വന്ന് കിടക്കുന്നുണ്ടാവും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇനി ഇത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ്സ് എങ്കിലും, ബിരിയാണി പോട്ട് ആയതുകൊണ്ട് ഒരു 10 മിനിറ്റ്സ് മതിയാവും. അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കുക. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം അടി പിടിക്കുന്നുണ്ടോ എന്ന്. ഇല്ലയെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് കുക്കായി കിട്ടിയതിന് ശേഷം മാത്രം തുറന്നാൽ മതി. ഇനി കുക്കറിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ മാക്സിമം 2 വിസിൽ മതിയാവും. അങ്ങനെ നമ്മുടെ കർണാടക സ്റ്റൈൽ പലാവ് റെഡിയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇനി അടുത്തത്
കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ കുക്കുംബർ ചേർത്തിട്ട് പോഹ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ അവൽ ഉപ്മാവ് പോലെ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും, അത് നന്നായിട്ട് വരുമോ, എങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷേ ഇതൊരിക്കൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എളുപ്പമായിട്ടുള്ള ഒരു റെസിപ്പി വേറെ ഒന്നും ഉണ്ടാവില്ല. അതേപോലെ ടേസ്റ്റും അടിപൊളിയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ അവലൊന്ന് കഴുകിയെടുത്ത് മാറ്റി വെക്കണം. ഇതിപ്പോൾ മീഡിയം സൈസ് അവലായതുകൊണ്ടാണ് ഞാൻ കഴുകിയിട്ട് മാറ്റി വെക്കുന്നത്. തിക്ക് അവലാണെന്നുണ്ടെങ്കിൽ ഒന്ന് കുതിർക്കാനായിട്ട് വെക്കണം. 1-2 മിനിറ്റ് കുതിർത്തതിന് ശേഷം പിഴിഞ്ഞ് മാറ്റി വെക്കുക. ഞാനിപ്പോൾ ഇത് കഴുകിയെടുത്തപ്പോൾ തന്നെ ഇത് കണ്ടില്ലേ, നല്ലപോലെ ഒന്ന് സോക്കാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കുക്കുംബർ ചേർത്ത് കൊടുത്തു, പിന്നെ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഉപ്പ്. ഇത്രയും ചേർത്തതിന് ശേഷം എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. പിന്നെ കുക്കുംബറിൽ അത്യാവശ്യം വെള്ളം ഉണ്ടാവും, അതൊന്ന് സ്ക്വീസ് ചെയ്ത് കളഞ്ഞിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ബിക്കോസ് അവലിൽ കുറച്ച് വെള്ളം എങ്ങനെയായാലും കുറച്ച് വെള്ളമയം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ ഒരുപാട് വെള്ളമുള്ള കുക്കുംബറും കൂടി ചേർക്കുന്ന സമയത്ത് അത് കൊഴിഞ്ഞു പോകും. അതുകൊണ്ട് കുക്കുംബറിലെ വെള്ളം കളഞ്ഞിട്ട് വേണം ചേർക്കാനായിട്ട്. ഒന്ന് സ്ക്വീസ് ചെയ്തിട്ട് എക്സ്ട്രാ വെള്ളം കളഞ്ഞിട്ട് ചേർത്താൽ മതിയാവേ. ഇനിയിപ്പോൾ നല്ല നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അതവിടെ മാറ്റി വെക്കുക. ബാക്കി സിമ്പിളാണ് സംഭവം. ഇനി ഒന്നുമില്ല, ഈ ഒരു കടുകൊക്കെ ചേർത്തിട്ട് മിക്സ് ആക്കിയാൽ മതി. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചു, എണ്ണ ഒഴിച്ചു കൊടുത്തു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കടുകിട്ട് പൊട്ടിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചക്കപ്പലണ്ടിയും ചേർത്ത് കൊടുത്തു. ചെറുതായിട്ട് പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞേക്കുന്ന ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഈ ഒരു കപ്പലണ്ടിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വരട്ടെ, അതുവരെ ഒന്ന് ചൂടാക്കി എടുക്കണം. പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എരിവിനനുസരിച്ച് പച്ചമുളകാണ്. നമ്മൾ ഇതിനകത്ത് വേറെ കാര്യങ്ങൾ എരിവിന് വേണ്ടിയിട്ട് ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് 1-2 പച്ചമുളക് വരെയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം ഒന്ന് ചൂടാക്കി എടുത്തു. പിന്നീട് ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു അവലും കൂടി ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി. അവലിന് അധികം വേവില്ല, സോ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഒന്നെങ്കിൽ അടച്ചു വെച്ച് ചൂടാക്കി എടുക്കാം, അല്ലെങ്കിൽ തുറന്ന് വെച്ച് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും. പിന്നെ ഏറ്റവും ലാസ്റ്റിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നുമല്ല, വളരെ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ഉപ്മാവിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് എൻഹാൻസ് ചെയ്യും. പിന്നെ കുറച്ച് മല്ലിയില, വളരെ കുറച്ച് നാരങ്ങനീര് ഒരുപാട് വേണ്ട, കുറച്ച് മാത്രം മതിയാവും. ഒരുപാടായി പോയിട്ടുണ്ടെങ്കിൽ നാരങ്ങനീരിൻ്റെ ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുക്കുംബർ പോഹ റെഡിയാണ്. സൂപ്പർ ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കൂ, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ റെസിപ്പീസ് രണ്ടും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് കാണാം. ടാറ്റാ.